നിയമം 5. നിങ്ങളുടെ പ്രശസ്തിയെ നിങ്ങളുടെ ജീവൻ പോലെ സംരക്ഷിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത്, നിങ്ങളുടെ പ്രശസ്തി അഥവാ റെപ്യൂട്ടേഷൻ ആണ് നിങ്ങളുടെ ശക്തിയുടെ അടിസ്ഥാനശില. കേവലം പ്രശസ്തിയിലൂടെ മാത്രം നിങ്ങൾക്ക് എതിരാളികളെ ഭയപ്പെടുത്താനും ഒരുപാട് കാര്യങ്ങൾ നേടാനും സാധിക്കും. നിങ്ങളുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടിയാൽ നിങ്ങൾ ദുർബലനാവുകയും എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ പ്രശസ്തി എന്നത് ആളുകൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് ആളുകളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നിർണ്ണയിക്കുന്നു. ഒരു നല്ല പ്രശസ്തി നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, ഒരാൾ സത്യസന്ധനാണ് എന്ന പ്രശസ്തി ഉണ്ടെങ്കിൽ അയാൾ പറയുന്നത് സത്യമായിരിക്കും എന്ന് ആളുകൾ വിശ്വസിക്കും. അതേസമയം ഒരാൾ കള്ളം പറയുന്നവനാണ് എന്ന പ്രശസ്തി ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. ഈ നിയമം വിജയിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാ. നിങ്ങളുടെ പ്രശസ്തി നിർമ്മിക്കുക. നിങ്ങൾ ഒരു പ്രത്യേക മേഖലയിൽ കഴിവുള്ളവനാണെന്നും സത്യസന്ധനാണെന്നും അല്ലെങ്കിൽ അതിബുദ്ധിമാനാണെന്നും ആളുകൾക്ക് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലൊരു ചിത്രം നൽകുക. പ്രശസ്തിയെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. നിങ്ങളുടെ പ്രശസ്തിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ ഉടൻ തന്നെ പ്രതിരോധിക്കുക. നുണകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ വേഗത്തിൽ തടയുക. എതിരാളിയുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുക. നിങ്ങളുടെ എതിരാളികളെ നേരിട്ട് ആക്രമിക്കുന്നതിനുപകരം അവരുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്താൻ ശ്രമിക്കുക. അവരുടെ ദുർബലമായ കാര്യങ്ങൾ പുറത്തുകൊണ്ടുവരിക. പ്രശസ്തിയെ ഉപയോഗിക്കുക. നിങ്ങളുടെ നല്ല പ്രശസ്തി ഉപയോഗിച്ച് ആളുകളെ സ്വാധീനിക്കുക. ആളുകൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകുമ്പോൾ അവർ നിങ്ങളെ അനുസരിക്കാൻ തയ്യാറാകും. ചുരുക്കത്തിൽ, നിങ്ങളുടെ പ്രശസ്തി എന്നത് നിങ്ങൾ ഒരു കലാകാരനെപ്പോലെ ശ്രദ്ധയോടെ ഉണ്ടാക്കിയെടുക്കുകയും ജീവൻ പോലെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. കാരണം, അധികാരത്തിന്റെ ലോകത്ത് നിങ്ങളുടെ പ്രശസ്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ ബോണപാർട്ട് തന്റെ സൈനിക ജീവിതം തുടങ്ങിയത് ഒരു സാധാരണ സൈനികനായിട്ടാണ്. എന്നാൽ ഓരോ യുദ്ധത്തിലും തനിക്ക് അതിബുദ്ധിയുണ്ടെന്നും യുദ്ധതന്ത്രങ്ങളിൽ താൻ അഗ്രഗണ്യനാണെന്നും അദ്ദേഹം തെളിയിച്ചു. ഇത് അദ്ദേഹത്തിന് ഒരു വലിയ പ്രശസ്തി നേടിക്കൊടുത്തു. ഈ പ്രശസ്തി കാരണം പല സൈനികരും അദ്ദേഹത്തിന്റെ കീഴിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും വിജയമായിരിക്കുമെന്ന് വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തിയാണ് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത്. സിനിമ. ബാഹുബലി. ബാഹുബലി എന്ന സിനിമയിലെ നായകൻ ബാഹുബലി തന്റെ ധീരതയും നീതിബോധവും ജനങ്ങളോടുള്ള സ്നേഹവും കൊണ്ട് പ്രശസ്തനാണ്. ഈ പ്രശസ്തി കാരണം ജനങ്ങൾ അദ്ദേഹത്തെ രാജാവായി വാഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കോട്ടം തട്ടിയപ്പോൾ, അദ്ദേഹത്തെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്റെ അധികാരം നഷ്ടപ്പെട്ടു. ഇത് പ്രശസ്തിക്ക് കോട്ടം വരുമ്പോൾ ഒരു വ്യക്തി എത്രത്തോളം ദുർബലനാകുമെന്ന് കാണിക്കുന്നു. ചരിത്രം. ജൂലിയസ് സീസർ. റോമൻ ജനതയെ സംരക്ഷിക്കുന്ന ഒരു വീരനായകനായിട്ടാണ് ജൂലിയസ് സീസർ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രശസ്തി കാരണം റോമൻ ജനത അദ്ദേഹത്തെ വളരെയധികം വിശ്വസിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ, പ്രത്യേകിച്ച് സെനറ്റർമാർ, അദ്ദേഹത്തെ ഒരു സ്വേച്ഛാധിപതിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഇത് സീസറിന്റെ പ്രശസ്തിക്ക് വലിയ കോട്ടം വരുത്തി. ഒടുവിൽ ഈ പ്രശസ്തി നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണത്തിന് വരെ കാരണമായി. കഥ. സിംഹം. കാട്ടിലെ രാജാവ് എന്ന സിംഹത്തിന്റെ പ്രശസ്തി അതിനെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കുന്നു. സിംഹത്തെ ഭയമുള്ളതിനാൽ മറ്റു മൃഗങ്ങൾ അതിനെ ആക്രമിക്കാൻ മടിക്കുന്നു. ഒരു സിംഹം തന്റെ ശക്തിയും ധൈര്യവും തെളിയിക്കുന്ന ഓരോ പ്രവൃത്തിയും അതിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നു. ഈ പ്രശസ്തിയാണ് അതിനെ കാട്ടിന്റെ രാജാവായി നിലനിർത്തുന്നത്. ഒരു സിംഹത്തിന് അതിന്റെ പ്രശസ്തി നഷ്ടപ്പെട്ടാൽ അത് മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകാൻ സാധ്യതയുണ്ട്. ചരിത്രം. ക്ലിയോപാട്ര. ഈജിപ്തിലെ രാജ്ഞിയായിരുന്ന ക്ലിയോപാട്ര തന്റെ സൗന്ദര്യത്തിലും ബുദ്ധിശക്തിയിലും നയതന്ത്രജ്ഞതയിലും പ്രശസ്തയായിരുന്നു. ഈ പ്രശസ്തി ഉപയോഗിച്ച് അവർ റോമൻ നേതാക്കളായ ജൂലിയസ് സീസറെയും മാർക്ക് ആന്റണിയെയും ആകർഷിച്ച് ഈജിപ്തിനെ റോമൻ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു. എന്നാൽ മാർക്ക് ആന്റണിയുടെ മരണശേഷം അവളുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടുകയും റോമക്കാർ അവളെ ഒരു രാക്ഷസിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് അവളുടെ മരണത്തിന് കാരണമായി. സിനിമ. ദി ഡാർക്ക് നൈറ്റ്. ദി ഡാർക്ക് നൈറ്റ് എന്ന സിനിമയിലെ ബാറ്റ്മാൻ എന്ന കഥാപാത്രത്തിന് ഒരു മികച്ച പ്രശസ്തിയുണ്ട്. അയാൾ ഗോം നഗരത്തെ സംരക്ഷിക്കുന്ന വീരനാണ്. എന്നാൽ ജോക്കർ എന്ന വില്ലൻ ബാറ്റ്മാന്റെ പ്രശസ്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബാറ്റ്മാനെ ഒരു കൊലപാതകിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു.
ഈ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ബാട്ട്മാന് ഒളിച്ചുജീവിക്കേണ്ടി വന്നു. കുത്ത്. ചരിത്രം. ടിപ്പു സുൽത്താൻ. മൈസൂരിന്റെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായി ധീരമായി യുദ്ധം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ചില മതപരമായ നിലപാടുകൾ കാരണം അദ്ദേഹത്തിനെതിരായ ഒരു പ്രശസ്തി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്തു. ഈ പ്രശസ്തി ഇന്ത്യയിലെ മറ്റു രാജാക്കന്മാർക്ക് അദ്ദേഹത്തോട് അകലം പാലിക്കാൻ കാരണമായി. ഈ പ്രശസ്തി കോട്ടം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. അത് അദ്ദേഹത്തിന്റെ പരാജയത്തിന് ഒരു കാരണമായി. കുത്ത്. പ്രകൃതി കഥ. ഒരു കഴുകൻ. കഴുകൻ ഒരു മികച്ച വേട്ടക്കാരനാണ് എന്ന പ്രശസ്തി അതിനെ സഹായിക്കുന്നു. ഈ പ്രശസ്തി കാരണം ചെറിയ പക്ഷികൾക്ക് അത് ഒരു ഭീഷണിയാണ്. ആ ഭയം കാരണം കഴുകൻ വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ മറ്റു പക്ഷികൾ ചിതറിപ്പോകുന്നു. കഴുകന്റെ പ്രശസ്തി അതിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു, വേട്ടയാടാൻ എളുപ്പമാക്കുന്നു. കുത്ത്. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രശസ്തി അദ്ദേഹത്തെ ഒരു മികച്ച യോദ്ധാവായി ലോകം മുഴുവൻ അംഗീകരിപ്പിച്ചു. അദ്ദേഹത്തെ നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പല രാജ്യങ്ങളും യുദ്ധം ചെയ്യാതെ തന്നെ അദ്ദേഹത്തിന് കീഴടങ്ങി. അദ്ദേഹത്തിന്റെ പ്രശസ്തിയാണ് സൈന്യത്തെക്കാൾ വേഗത്തിൽ രാജ്യങ്ങളെ കീഴടക്കിയത്. കുത്ത്. സിനിമ. ശിവാജി ദി ബോസ്. ശിവാജി ദി ബോസ് എന്ന സിനിമയിലെ നായകനായ ശിവാജി അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു സത്യസന്ധനായ വ്യക്തിയായി അറിയപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ